വ്യക്തമായി. ഏതായാലും പെൺകുട്ടി മജിസ്ട്രേറ്റിനും നൽകിയ മൊഴി അതാണ്, പീഡനം നടന്നിട്ടില്ല എന്നത്. ഇപ്പോഴാ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി വരികയാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സഹപാഠികൾ പീഡിപ്പിച്ചതായി 13 വയസ്സുകാരി വ്യാജ പരാതി നൽകിയ കേസിൽ പോലീസിനെതിരെ ആരോപണവുമായി എത്തുന്നു 20 വയസ്സുകാരൻ. വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ വെച്ചടിച്ചു, തലമുടിയിലും ചെവിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയെന്നും യുവാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. 20-കാരന്റെ സഹോദരനെയും പോലീസ് മർദ്ദിച്ചെന്ന ആരോപണമുണ്ട്. ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ പീഡനം. ഒരുത്തന്റെ നേരെ പീഡനം പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു തെറ്റാണ്. പക്ഷെ ഒരിക്കലും ഒരു കുറ്റവാളി കുറ്റം തെളിയിക്കുന്നത് വരെയും അവൻ വെറുമൊരു അപരാധി മാത്രമാണ്, കുറ്റവാളി ആയിട്ടില്ല. അവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നവരെയും അവന്റെ ആ കണ്ണിൽ കാണേണ്ടത് അവനെ നമ്മൾ അപരാധിയായിട്ട് തന്നെയാണ്. അവനൊരു കുറ്റം ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഇത് തെളിയിക്കപ്പെടാതെ തന്നെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യണം എന്നൊരിക്കലും പറഞ്ഞില്ല, ചോദ്യം ചെയ്യണം, അതും വേണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇതിന് കഴമ്പുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് ഞാൻ പോലീസ് സുഹൃത്തുക്കളോട് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അറിയാത്ത കാര്യമില്ല, എന്നാലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. 3-ാം തീയതി രാത്രി വീട്ടിൽ വന്നിട്ട് എന്നെ കൊണ്ടുപോകായിരുന്നു കൂടൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അവർ കൊണ്ടുവന്ന് നേരെ എന്നെ കോട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ആദ്യമേ തന്നെ ചീത്ത വിളിച്ചിട്ട് എന്നെ ഒരു മൂലയിൽ കൊണ്ടിരുത്തിയിട്ട് കാല് നീട്ടി വെപ്പിച്ചിട്ട് ചൂരിലുകൊണ്ട് അടിക്കുമായിരുന്നു കാലിൻ്റെ വെള്ളയ്ക്ക്. എന്നിട്ട് ബൂട്ടിട്ട് കാലിലൊക്കെ ചവിട്ടി, അതിൻ്റെ പാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെവിക്ക് പിടിച്ചിട്ട് 2 ചെവിയും പിടിച്ചിട്ട് പൊക്കി, ചെവി മുടിയിലൊക്കെ പിടിച്ച് വലിച്ചു. പിന്നെ കാലിൻ്റെ വെള്ളയിൽ അടിച്ച പാടുകളുണ്ട്. പിന്നെ ചെവിയുടെ ബാക്കിൽ പാടുണ്ട്, ചെവി പിടിച്ച് വലിച്ചതിൻ്റെ. പിന്നെ മുടി. ആ പയ്യൻ കുറ്റം ചെയ്യാതെ എന്താ പറയാ ക്രൂശിക്കാന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ പെൺകുട്ടികൾക്കുള്ളൊരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇത്, വെറുതെ പറഞ്ഞതിനെ പറയുന്നത് എന്താ പറയാ ഇതാകുന്നില്ല. പക്ഷെ വേറൊരു കാര്യം നടന്നത് വലിയൊരു ഇതാണ്. മർദ്ദിക്കാൻ പാടില്ലായിരുന്നു. ഒരു കുറ്റവാളിയും ഞാൻ കുറ്റം ചെയ്തു എന്ന് പറയത്തില്ല. പക്ഷെ മർദ്ദിക്കാതെ തന്നെ സാഹചര്യ തെളിവുകളോ അങ്ങനെ വല്ലതൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കാമായിരുന്നു. അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് എടുക്കാമായിരുന്നു. എന്നിട്ട് വേണം നമ്മൾ ഇവരെ ഇതാക്കാൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, സമൂഹത്തിൽ ഇവനൊരു കുറ്റവാളിയാണ്. ഇവൻ തെളിയിച്ചാലും ഇവനെല്ലെന്ന് പറഞ്ഞാലും സമൂഹത്തിന് മുന്നിൽ ഇവനൊരു കുറ്റവാളി തന്നെയാണ്. ഇതെല്ലെന്ന് തെളിയിച്ച് ഇതെല്ലെന്ന് മനസ്സിലാക്കി ഇത് വരുമ്പോഴേക്കും വർഷങ്ങളെടുക്കും. ഇവന്റെ മേലെ ഉണ്ടായിരിക്കുന്ന ആരോപണം ഒരിക്കലും അത് ഒരാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവില്ല. അതാണ് ഈ പെണ്ണ് കേസിന്റെ ഒരു കുഴപ്പം. പെണ്ണുങ്ങൾക്ക് അധികാരം വേണം, പെണ്ണുങ്ങൾക്ക് സ്ത്രീ സമത്വം വേണം, സ്ത്രീകൾക്ക് മുൻഗണന വേണം. പക്ഷെ അതൊന്നും ഇതുപോലെ ഒരു കുറ്റവും ചെയ്യാത്തവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടോ ഒരു അവകാശമായിട്ടോ ആരും കണക്കാക്കരുത്. അല്ല, പോലീസുകാരനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ 13 വയസ്സുള്ള കുട്ടി പറയുകയാണ് ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പോലീസ് സേവന്മാർക്കും മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ആ ഒരു തീർച്ചയായിട്ടും നമ്മളാണെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക. പക്ഷെ വേറൊരു കാര്യം, ഇതില് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇവനെ വെറുതെ വിടാൻ പാടില്ല. പക്ഷെ സത്യം ഇല്ലെങ്കിൽ ഒരിക്കലും ഇവനെ കുറ്റക്കാരനായിട്ട് കാണാനും പാടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നിയമ നടപടിയിലുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ ഇവരുടെ തീരുമാനം? കാരണം ഒന്നാമത് വ്യാജ പരാതിയാണ്, അതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനെന്ന് വിളിപ്പിച്ച് ഇത്ര മർദ്ദിക്കേണ്ടുന്ന ഒരു സാഹചര്യം, ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു നിലയൊക്കെ ഉണ്ടായി. ആർക്കൊക്കെ എതിരെയാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇവർ പരാതി ഉയർത്തുന്നത്? ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ബൈപ്പാസ് സർജറി കഴിഞ്ഞൊരു വ്യക്തിയാണ് ഈ പയ്യൻ. അപ്പൊ പിന്നെ ആ ഒരു പരിഗണന കൊടുക്കണമായിരുന്നു. അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാകുന്ന കാര്യമാണ്. നമ്മൾക്കറിയാം, ബസ്സിൽ പോകുമ്പോൾ ഒരു വ്യക്തി എന്തെല്ലാമോ ചെയ്തു എന്നും പറഞ്ഞ് വെറുതെ ഒരു വീഡിയോ ഇറക്കി അയാൾ മരിച്ചുപോയി. ഈ അടുത്ത കാലം സംഭവിച്ചാണ്, നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ആ വ്യക്തി ഞാൻ സിനിമയ്ക്ക് പോയി, ഞാൻ ഷോപ്പിങ്ങിന് പോയി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഉണ്ട്. എന്ത് ഉളുപ്പിലാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ പണ്ട് പറയും ആണുങ്ങൾക്കൊന്നും പോകാനുള്ള മൊത്തം പെണ്ണുങ്ങൾക്കാണെന്ന്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ്, ഈ പോകാനുള്ള മൊത്തം ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കൊന്നും പോകാനില്ല. വെറുതെ പറയണോ? അത് വിശ്വസിക്കാനായിട്ടാണ് നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി. ഞങ്ങൾ സ്ത്രീകൾക്കെതിരൊന്നല്ല കേട്ടോ, സ്ത്രീകൾക്കെതിരെയല്ല, സ്ത്രീകളിലൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ വ്യാജ പരാതി കൊടുത്ത ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ മനസാക്ഷി നമ്മളെ അനുവദിക്കുന്നില്ല.
ോട് ഞാൻ പറഞ്ഞു, സാറേ ഇതുപോലെ ബൈപ്പാസ് ഒരു സർജറി ഇവനെ കഴിഞ്ഞതാണ്, ഇവനെ ഉപദ്രവിക്കൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കുറേ തവണ പറഞ്ഞു. അവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞു, സ്റ്റേഷനിൽ എത്തിയപ്പോഴും പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പോലീസുകാരെ ഓടി വന്നിട്ട് പോലീസ് വാഹനത്തിൽ നിന്ന് ലാത്തി എടുക്കുന്നുണ്ട്. ലാത്തി എടുക്കുന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. കാരണം ഇവനെ ഉപദ്രവിക്കാനായിരിക്കുമല്ലോ എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു ലാത്തി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക്. അപ്പം ഓൾറെഡി ഞാൻ കുറേ തവണ ഞാൻ വിഷമിച്ച് ഞാൻ പറഞ്ഞത്. കാരണം ഇവൻ്റെ കണ്ടീഷൻ നമുക്കേ അറിയത്തുള്ളൂ. കാരണം വ്യാജമാണെന്ന് അറിയപ്പെട്ടത് ഒരു റീസണോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ കണ്ടത്. കാരണം ചീത്ത വിളിക്കുക, ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുക, ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞു, ചീത്ത വിളിച്ചു, പയ്യനെ മർദ്ദിച്ചു. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ നമ്മളെ എന്താ പറയാ, വേദനിപ്പിച്ചിട്ട് കുറ്റം സമ്മതിപ്പിച്ചിട്ട് യാതൊരു കാര്യം, നമ്മൾ അവസാനം വേദന കൊണ്ട് നമ്മൾ പറഞ്ഞു, ശരി സാറേ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അതിന്റെ തുടർ നടപടി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് തല്ലുകൊള്ളാൻ വയ്യ. അതല്ല, ബൈപ്പാസ് കഴിഞ്ഞൊരു വ്യക്തിയാണ്, അവൻ എത്രത്തോളം സഹിക്കാൻ കഴിയുന്ന അറിയില്ല. മുടി പിടിച്ച് വലിക്കുക, ചെവി പിടിച്ച് തിരിക്കുക, തലയെ പിടിച്ച് കറക്കിയെടുക്കുക, തലമുടി പിടിച്ച് കറക്കിയെടുക്കുക, അത്യാവശ്യം ജീവൻ പോണ വേദനയാണ്. ഈ കാൽ വെള്ളയിൽ ചെറുതായിട്ടൊരു മുള്ളു കൊണ്ടാൽ പോലും നമ്മൾക്ക് സഹിക്കാൻ കഴിയില്ല. ആ കാലിന്റെ അടിയിലാണ് ഇവര് ചൂരിൽ വെച്ച് തല്ലുന്നത്. ചെയ്യാത്തവൻ പോലും ചെയ്തെന്ന് പറഞ്ഞു. ആ അവസ്ഥയാണ്. മൊഴിപ്രകാരമാണ് യുവാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ്. പ്രവീൺ, എന്തിനു തന്നെ വിളിപ്പിച്ചതാണെങ്കിലും ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ഈ യുവാവ് പറയുന്നത്. നോക്കൂ എന്തൊക്കെ ക്രൂരതകളാണ്. പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ വെച്ച് അടിച്ചു, തലമുടിയിലും ചെവിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തി എന്നതൊക്കെയാണ് യുവാവ് പറയുന്നത്. ഞെട്ടിക്കുന്ന ക്രൂരത എന്ന് തന്നെ പറയണം. തീർച്ചയായും ഞെട്ടിക്കുന്ന ക്രൂരത തന്നെയാണ്. നമുക്ക് ആർക്കും മനുഷ്യ മനസാക്ഷിക്ക് പൊറുക്കാൻ കഴിയാത്തതും മറക്കാൻ കഴിയാത്ത ക്രൂരത തന്നെയാണ്. 20 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ അവനും ഒരു ഭാവിയുണ്ട്. ഈ 13കാരിക്ക് മാത്രമല്ല, 20 വയസ്സുള്ള പയ്യനും ഒരു ഭാവിയുണ്ട്. അപ്പൊ അതുകൂടി കണക്കാക്കണമായിരുന്നു. വന്ന വീഴ്ചയിൽ പോലീസുകാർ ഇല്ലെന്ന് പറയുമ്പോഴും ഈ പയ്യന്റെ കയ്യിൽ ബൂട്ടിട്ട് ചവിട്ടിയ പാടും കാൽ വെള്ളയിൽ അടിച്ചതിന്റെ പാടും ഉണ്ട്. അതായത് ഈ പാടിനൊക്കെ വേണ്ടി ചികിത്സിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അഡ്മിറ്റ് ആവില്ലല്ലോ. അല്ല, എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇങ്ങനെ പറയണത്? വ്യാജമായിട്ടൊരു പരാതി കൊടുക്കാന്ന്, അതും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റ് ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടി പറയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ അതിലൊരു എന്താ പറയണ്ടത്? നമ്മുടെ മമ്മൂട്ടി പറഞ്ഞ പോലെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്, പക്ഷെ അത് താഴത്ത് വീണ പൊട്ടിപ്പോവും. അത്രേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനത്തിനെയാണ്. നിങ്ങൾ കളയുന്നത് നിങ്ങളുടെ മാനമാണ്. നമ്മൾക്ക് പണ്ടൊരു ജനറേഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുമ്പോഴേ, ഒരുമിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പോലും പ്രശ്നമാണ് എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പൊ ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ഇരിക്കാം, ഒരുമിച്ച് സിനിമ കാണാം, ഒരുമിച്ച് ഒരു ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിക്കാം, ഒരു കോഫി കുടിക്കാം. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ അതൊന്നും അബ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലൊന്നും ഒരുമിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പിന്നെ അന്ന് ദിവസം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകേണ്ട കാര്യം വരില്ല. ആൾക്കാർ അടിച്ചിറക്കുന്ന വാക്കുകൾ അങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യം നിങ്ങളത് മിസ്യൂസ് ചെയ്യാതെ, ദുരുപയോഗം ചെയ്യാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒരു കുറ്റം ചെയ്തവരെ കുറ്റം ചെയ്തെന്ന് പറയുക, കുറ്റമില്ലാതെ ഒരിക്കലും കുറ്റക്കാരനാക്കാൻ ശ്രമിക്കരുത്. സത്യം എന്നാണെങ്കിലും അതിന്റെ കാർമേഘത്തിന്റെ മറം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കള്ളി പൊളിഞ്ഞ ഉള്ളി തോലാവും. അതെല്ലാവരും മനസ്സിലാക്കുക. വിനീത, ഈ 13കാരിയുടെ ഒരു വ്യാജ പരാതി, അതായത് സഹപാഠികൾ തന്നെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു, സഹപാഠികൾ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഒരു പരാതിയായി വന്നത്. അതിന്മേലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പിന്നീട് വൈദ്യപരിശോധനയിൽ വെളിവായത് പീഡനം നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ച് 2 പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് ഇതൊരു വ്യാജ പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഈ 2 പേരെയും വിട്ടയച്ചിരുന്നു. അതിൽ ഒരു ആളാണ്, 20കാരനാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ഈ വൈദ്യപരിശോധന കഴിഞ്ഞപ്പോ ഈ കുട്ടി പറയാണ്, ഇല്ല ഞാനത് ചുമ്മാ പറഞ്ഞു. എന്താല്ലേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി പറയാണ്, ഇല്ല വ്യാജമായിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും ചെറുതായിട്ട് നമ്മുടെ മേലെ ഉണ്ടാകുന്ന ചെറിയൊരു ദേഷ്യത്തിന് ഇങ്ങനെ ആരും പ്രതികരിക്കരുത്. ഒരു പെൺകുട്ടികളും പ്രതികരിക്കരുത്. 13 വയസ്സ് പറയുമ്പോൾ ആ കുട്ടിക്ക് അധികം വിവരം വെച്ചിട്ടില്ല, ബുദ്ധി വെച്ചിട്ടില്ല. പക്ഷെ ഇവരുടെ പേരൻസ് വേണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാനും അവരെ അതിനുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് അറിയാനും.
നിങ്ങൾക്ക് 13 കാര്യമുള്ള മോളുകളുള്ള പോലെ തന്നെയാണ് അപ്പുറത്തുള്ള അവരുടെ മോനും. നിങ്ങൾക്ക് മോൾ എങ്ങനെയാണോ വലുത് അതുപോലെയാണ് അവർക്ക് മോന് വലുതാണ്. അവരുടെ മോനും അവർക്ക് വലുതാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് സെയിം റൈറ്റ്സ് ആണ് ആ പയ്യനുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ, അതായത് പേരൻസ് ഒന്നുകൂടി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് അതിനെ അന്വേഷിച്ചിട്ട് വേണം അതിന് ഇറങ്ങിത്തിരിക്കാൻ. ഞങ്ങളുടെ അളവിൽ 2 കാര്യങ്ങളുണ്ട്. ഞങ്ങളത് ഇതിന്റെ ഈ വീടിന്റെ അവസാനം പറയാം. 30കാരന്റെ മൂത്ത ആൾ 28 വയസ്സുള്ള ആളെയാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ചെന്ന് പേര് ഇന്നതാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് അവിടേക്ക് ചെല്ലുകയും അതിനുശേഷം പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇടയ്ക്ക് പ്രായം ചോദിക്കുന്നുണ്ട്. 28 വയസ്സ് എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഒരു സംശയമായി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് സഹോദരനുണ്ടോ, അനുജനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞു. 20 വയസ്സാണ് പ്രായമെന്ന് പറഞ്ഞു. ഇവരുടെ 2 പേരും തമ്മിൽ സാമ്യമുണ്ട്. സഹോദരന്മാരുടെ 2 പേരും തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ ഇളയ ആളാണ് 2 പേരുടെ പേരും തമ്മിൽ സാമ്യമുണ്ട്. ആദ്യം അറസ്റ്റ് ചെയ്തത് ഈ പയ്യന്റെ ചേട്ടനെയാണ്. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പേര് ഇതാണോ എന്ന് ചോദിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പോലീസുകാർക്ക് ആദ്യം തന്നെ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ആൾ മാറിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ജ്യേഷ്ഠൻ അപ്പോഴും പറയുന്നുണ്ട്, ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരു കുട്ടിയാണ്, നിങ്ങൾ നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ, അവൻ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാമായിരുന്നു. 20 വയസ്സാണ് പ്രായമെന്ന് പറഞ്ഞു. ഇവരുടെ 2 പേരും തമ്മിൽ സാമ്യമുണ്ട്. സഹോദരന്മാരുടെ 2 പേരും തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ ഇളയ ആളാണ് എന്ന് കരുതിയാണ് 28കാരനെ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് സഹോദരനിൽ നിന്നും 20കാരനായിട്ടുള്ള അനുജൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പോലീസ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നപ്പോൾ 20കാരൻ ആ വീട്ടിലുണ്ടായിരുന്നു, മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് 20കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയുടെ പരാതി പ്രകാരമുള്ള ഒരു ചോദ്യം ചെയ്യൽ അവിടെ നടന്നത്. പ്രധാനമായും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പെൺകുട്ടി കൃത്യമായിട്ടുള്ള പേരുകൾ നൽകിയിരുന്നു. ആ പേരിലൊന്ന് ഈ 20കാരൻ്റേതായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ 20കാരനെ അന്വേഷിച്ച് പോയത്. സ്വാഭാവികമായും കസ്റ്റഡിയിലെടുത്തത്. മർദ്ദിച്ചിട്ടില്ല എന്ന് പോലീസിന്റെ വിശദീകരണം വരുന്നുണ്ട്. പക്ഷേ ഈ 20കാരന് നേരത്തെ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പയ്യന് ഹൃദയ സംബന്ധമായ രോഗത്തിന് വേണ്ടിയിട്ട് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഇവരുടെ ജ്യേഷ്ഠൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യായിരുന്നു. ഈ 20കാരന് നേരത്തെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ആളാണ്. അപ്പോൾ മൂത്ത സഹോദരൻ പോലീസിനോട് അഭ്യർത്ഥിച്ചു, തൻ്റെ സഹോദരനെ മർദ്ദിക്കരുത്, ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള ആളാണ് എന്ന്. പക്ഷേ ലാത്തി കൊണ്ടുപോകുന്നത് ഉൾപ്പെടെ കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ 20കാരൻ തന്നെ പറയുന്നത് തന്നെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി കാൽവെള്ളയുടെ അടിയിൽ ചൂരൽ കൊണ്ട് പോലീസ് അടിച്ചു. അതിനുശേഷം 2 ചെവിയിലും പിടിക്കുകയും തലമുടിയിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്തി എന്ന് പറയുന്നു. അങ്ങനെ ചെവിയുടെ പുറകിൽ പാടുണ്ട്. ഇപ്പോൾ ഈ കാലിൽ കലശലായിട്ടുള്ള വേദനയുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി 20കാരൻ ക്രൂരമായ മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. പിന്നെ ലാത്തി എടുത്തിട്ട് പോകുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഈ കാൽവെള്ളയിൽ അതിന്റെ പാടുണ്ട്, ചെവിയിൽ പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റുമാണ്. എന്താ ചെയ്യാ? ഇതുപോലെ ഒരു കേസ് നമ്മുടെ ഞങ്ങൾ അന്നെന്ന് പറയുന്നില്ല, അത് ഇതുപോലൊരു കേസ് ബസ്സിൽ ഒരു അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പോലീസുകാർ അത് അന്വേഷിക്കുകയും ചെയ്തു. പിന്നീടാണ് തെളിഞ്ഞത് അത് വെറുതെ ഒരു വ്യാജ പരാതിയായിരുന്നു. ക്രിയേറ്റ് ചെയ്താണ്. ഈ പയ്യന്റെ കല്യാണം അടക്കം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ച പയ്യനെയാണ് ആ പയ്യൻ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്തു, എന്റെ നമ്പർ ചോദിച്ചു, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അടിച്ചതാണ്. കുട്ടിനെ കണ്ടിട്ടേ ഇല്ല. 2 പേരും ഒരേ ബസ്സിലാണ് എപ്പോഴും പോവുക. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുക ഈ സ്റ്റോറി കേട്ടപ്പോ നമ്മുടെ സത്യം പറഞ്ഞ എന്താ പറയാ, വെറുതെ ഒരു കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ആ പയ്യനെ വിളിപ്പിച്ച് അവരുടെ കല്യാണം അടക്കം മുടങ്ങിയ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിൽ അടുത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് അറിയുന്നൊരു വ്യക്തി ഇതുപോലെ സംഭവിച്ച് ജയിലിൽ വരെ കിടന്നു. ആ പെൺകുട്ടിയാണ് അവരെ വിളിച്ചു വരുത്തിയ പെൺകുട്ടി വീട്ടുകാരൊക്കെ കണ്ടപ്പോൾ നേരെ പ്ലാനുമായി തിരിഞ്ഞു. ഇത്രയും അവൻ ഒരുപാട് ദൂരത്തുള്ള സ്ഥലത്തേക്കാണ് പോയത്. സ്ഥലത്തിന്റെ പേരോ ആളുടെ പേരോ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് അറിയുന്നതായതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ഓർപ്പെടുത്തിയെന്നുള്ളൂ. ഇതുപോലെ മിസ്യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മിസ്യൂസ് ചെയ്യരുത്. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കുടുംബങ്ങളും ജീവിതങ്ങൾക്ക് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ന്യൂസ് എത്തിയോ എന്നറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ന്യൂസ് എടുത്ത് പ്രതികരിക്കാനുള്ള കാരണവും. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നതും ഗുരുതരമായ ഒരു കാര്യങ്ങളാണ് നടക്കുന്നതും. ഇത് ഞങ്ങൾക്ക് പറയാൻ തോന്നിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കുണ്ടാവുന്ന, അതായത് സ്ത്രീകൾക്കുണ്ടാവുന്ന
എന്താ പറയാ, ഒരു മുൻതൂക്കത്തെ അവരത് വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് ചിലപ്പോൾ പിന്നീട് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു ലെവലിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യം അടക്കം റീലാണ് എന്ന് കരുതും, സത്യം അടക്കം നോണയാണെന്ന് കരുതേണ്ട ഒരു അവസ്ഥയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ മക്കളെയും ശ്രദ്ധിക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒരുപോലെയാണ്. ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്താ പറയുക, ഇതുപോലത്തെ വ്യാജ പരാതികളായിട്ട് ആരും പോവാതിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ്, അബു ഐഷു ഷോർട്സ്. ബൈ.